ജീവിച്ചു മരിക്കാൻ ജീവിച്ചിരിക്കുമ്പോഴേ മരിക്കണം. ഭാരതീയ ദർശനങ്ങളിൽ പറഞ്ഞു പോരുന്ന മനോഹരമായ ഒരു വാക്കാണ് ദ്വിജൻ എന്നുള്ളത്. രണ്ടാമത് ജനിക്കുക. ഈ ജന്മനാ ഉള്ള പേരൊക്കെ മാറ്റി പുതിയ പേര് സ്വീകരിച്ച്, സന്യാസമൊക്കെ സ്വീകരിച്ച്, പുതിയ പേരൊക്കെ സ്വീകരിച്ച് മനുഷ്യർ ജീവിക്കാറുണ്ട്. ബാഹ്യമായ വേഷഭൂഷാദികളിലും പേരുമാറ്റത്തിലും മാത്രം ഒതുങ്ങിപ്പോകാറാണ് പതിവ്. പക്ഷേ പ്രതീകാത്മകമായി അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യം വളരെ സ്വാഭാവികമായിട്ട് ചില മനുഷ്യരിൽ സംഭവിക്കാറുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ മരിക്കുകയും പുനർജനിച്ച് ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യബോധങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളവരാണ് നമ്മൾ ഗുരുക്കന്മാർ എന്ന് പറയുന്നത്, തെളിഞ്ഞവർ, ഉണർന്നവർ എന്നൊക്കെ പറയുന്നത്. നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ജനിച്ചു വളർന്നതിന് ശേഷം നമ്മളുടെ ജീവിതത്തെക്കുറിച്ചുള്ള സ്വതന്ത്രമായ ചിന്തയിലൂടെ രൂപപ്പെട്ടു വന്ന ഒരു ദർശനത്തിന് അനുസരിച്ചിട്ടൊന്നുമല്ല നമ്മൾ ജീവിക്കുന്നത്. പലതരത്തിലുള്ള നമ്മൾ കാണാനിടയായ, കേൾക്കാനിടയായ, നമ്മൾ ജീവിക്കാനിടയായ മനുഷ്യരുടെയും സാമൂഹ്യ സാഹചര്യങ്ങളുടെയും സംസ്കാരങ്ങളുടെയും ഒക്കെ നിഴലുകൾ നമ്മളുടെ ബോധത്തിലിരുന്ന് പറയുന്ന വാക്കിനെ ചുമ്മാ പിന്തുടരുക, ഫോളോ ചെയ്യുക മാത്രം ചെയ്ത് ജീവിക്കുന്നവരാണ് നമ്മൾ. ആരൊക്കെയോ പറഞ്ഞത്, ആരൊക്കെയോ ജീവിച്ചത്, അങ്ങനെയൊക്കെ ജീവിച്ചതുകൊണ്ട് അവർക്ക് വെളിച്ചമുണ്ടായിട്ടുണ്ടോ? അവരുടെ ജീവിതം പ്രകാശപൂർണമായിട്ടുണ്ടോ? നമ്മളിങ്ങനെ നമ്മളുടെ മാതാപിതാക്കളും കുടുംബവും നമ്മുടെ സമൂഹവും ജീവിച്ചു പോകുന്ന, ചിന്തിച്ചു പോകുന്ന ചിന്താശൈലിയെയും ജീവിതശൈലിയെയും അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്ന ഈ ഒരു രീതി തുടർന്നാൽ മതിയോ? അവർ ചിന്തിച്ചതും പറഞ്ഞതും ജീവിച്ചതുമായ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് അതൊക്കെ അവർക്ക് വെളിച്ചം കൊടുത്തിട്ടുണ്ടോ? അവരുടെ ജീവിതത്തിൽ സമാധാനം കൊടുത്തിട്ടുണ്ടോ? അവരെ ജീവിച്ച് മരിച്ചവരാക്കിയിട്ടുണ്ടോ എന്നൊക്കെ സൂക്ഷ്മമായി പരിശോധിച്ച്, അങ്ങനെ ഇല്ല എങ്കിൽ ഞാനെന്തിനാണ് പിന്നെ അതേ ജീവിതശൈലി തുടരുന്നത്? എന്നെയും ഇതുപോലെ ചത്ത് ജീവിക്കുന്ന ഒരവസ്ഥയിൽ കൊണ്ടെത്തിക്കുക മാത്രമല്ലേ ചെയ്യുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്ന എത്ര പേരുണ്ട് എന്നുള്ളതാണ്. എന്തിനാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും എന്തിന് ഡോക്ടറേറ്റും ഒക്കെ നേടുകയും പലതരത്തിലുള്ള ഔദ്യോഗിക പദവികളിലിരിക്കുകയും എല്ലാം നേടി എന്ന് കരുതുകയും ചെയ്യുന്ന മനുഷ്യരോട് എന്തിനാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ പ്രസന്നമായൊരു ഉത്തരം നമുക്ക് കിട്ടുക അപൂർവമാണ്. വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്നും വളരെ ചിന്തിച്ച് വിവേകപൂർവം സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു ജീവിതത്തെ ബോധപൂർവം രൂപപ്പെടുത്തി ഞാൻ ജീവിക്കുകയാണ്. വളരെ ശ്രദ്ധയോടെ ഞാൻ ജീവിക്കുകയാണ്. അത്യപൂർവമായി ലഭിച്ച ഒരനുഗ്രഹമാണ് ജീവിതം. വീണ്ടും ആവർത്തിക്കാൻ സാധ്യതയില്ലാത്ത അതിഥിയാണ് ജീവിതമെന്നൊക്കെ കബീർ പറയുന്നത് പോലെ, ഇങ്ങനെ അനുഗ്രഹീതമായി ലഭിച്ച ഒരു ജീവിതത്തെ കഴിയുന്നത്ര നഷ്ടപ്പെടുത്താതെ അതിൻ്റെ ധന്യതയെ പരമാവധി ഉൾക്കൊണ്ടുകൊണ്ട് ശ്രദ്ധയോടെ ജീവിച്ചു തീർക്കാനാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറയുന്ന എത്ര പേരുണ്ട്? അപൂർവം പേരേ ഉണ്ടാവുള്ളൂ.
ജനിച്ചു പോയതുകൊണ്ട് ജീവിച്ചു പോകേണ്ടി വരുന്ന ഗതികേടിലാണ് മനുഷ്യൻ. എല്ലാം അവൻ നേടിക്കൂട്ടുമ്പോഴും, നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ, ഒഴിവുണ്ടാക്കാൻ വേണ്ടി നിറയെ നിറയെ ആർജിച്ചു കൂട്ടുമ്പോഴും ജനിച്ചു പോയതുകൊണ്ട് ജീവിച്ച് തീർക്കേണ്ടി വരുന്ന ഗതികേടിലാണ് കൂടുതൽ മനുഷ്യരും ജീവിക്കുന്നത്. ഇവിടെയാണ് ചിന്ത, വിചാരം പ്രസക്തമായി വരുന്നത്. ഞാൻ എന്നോട് ചോദിച്ചു തുടങ്ങേണ്ടതുണ്ട്, ഇങ്ങനെ മതിയോ? ഇപ്പോൾ ജീവിക്കുന്ന എൻ്റെ ചിന്താരീതി, എൻ്റെ ജീവിതശൈലി മതിയോ? ഇവിടെ ഞാൻ എന്നെ പുതുക്കി പണിയേണ്ടതില്ലേ? അഴിച്ചു പണിയേണ്ടതില്ലേ? ഞാൻ മാറി നിൽക്കുന്നതും ഞാൻ അകറ്റി നിർത്തുന്നതുമായ പലതും സത്യത്തിൽ എനിക്ക് ജീവിതത്തെയാണോ മരണത്തെയാണോ സമ്മാനിക്കുന്നത്? ഞാൻ കുറച്ചുകൂടി മനുഷ്യകേന്ദ്രീകൃതമായ ചിന്തയിൽ നിന്ന് പ്രപഞ്ചകേന്ദ്രീകൃതമായ ഒരു അവബോധത്തിലേക്ക് ഉണർന്നു വന്ന് എനിക്ക് ചുറ്റുമുള്ള ലോകങ്ങളെ കൂടി ചേർത്ത് പിടിക്കേണ്ടതില്ലേ? ഞാൻ കാലങ്ങളായി കഴിഞ്ഞു പോരുന്ന ഈ പൊട്ടക്കിണറ്റിൽ നിന്ന് പുറത്ത് ചാടി എനിക്ക് ചുറ്റുമുള്ള വ്യത്യസ്തമായ പ്രകൃതികളിലേക്ക് ഞാൻ എന്നെ അഴിച്ചുവിടേണ്ടതില്ലേ? എൻ്റേത് എന്ന് കരുതി ഞാൻ ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു കുറച്ച് മനുഷ്യരിൽ മാത്രം മുടക്കിക്കിടക്കാതെ എനിക്ക് ചുറ്റും സൗഹൃദത്തിലൂടെ ഊഷ്മളത പകരാൻ സാധ്യതയുള്ള മനുഷ്യരിലേക്കും പ്രകൃതിയിലേക്കും ആശയങ്ങളിലേക്കും ആകാശങ്ങളിലേക്കും ഞാൻ എൻ്റെ ചിറക് വിരിച്ച് പറന്നുല്ലസിക്കേണ്ടതില്ലേ? അതോ ഈ ആലസ്യത്തിൽ, ഈ നിസ്സംഗതയിൽ, ഈ സങ്കുചിതത്വത്തിൽ ഉടക്കിക്കിടന്ന് കേവലം ഭൗതികമായ സാഹചര്യങ്ങളെ വർദ്ധിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തെ മാത്രം മുൻപിൽ വെച്ച് മരിച്ച് ജീവിക്കേണ്ടതാണോ എൻ്റെ ജീവിതം എന്നൊക്കെ നമ്മൾ നമ്മളോട് ചോദിച്ചു തുടങ്ങുമ്പോൾ നമ്മളിലൊരു പുതിയ ആൾ ഉദയം ചെയ്യാൻ തുടങ്ങും. നമ്മളിൽ മരിക്കേണ്ട ചിലതൊക്കെ മരിച്ചു തുടങ്ങും. പുനർജനിക്കേണ്ട ചിലതൊക്കെ പുനർജനിച്ചു തുടങ്ങും. നമ്മളുടെ ബോധത്തെ മുറുക്കി ഇറുക്കിയിരിക്കുന്ന ചില ഷെല്ലുകളൊക്കെ പൊട്ടിച്ച് നമ്മൾ പുറത്തു വരാൻ തുടങ്ങും. നാം സുരക്ഷിതത്വത്തിന് വേണ്ടി സുരക്ഷിതമായിരിക്കുമെന്ന് കരുതി മതിൽ കെട്ടി നിറച്ച ഇടത്തെ പൊളിച്ച് നാം പുറത്തേക്ക് ഇറങ്ങിത്തുടങ്ങും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, കൂടുതൽ സന്തോഷത്തെയും സമാധാനത്തെയും മുൻപിൽ വെച്ചുകൊണ്ട് കാലങ്ങളായി ഞാൻ രൂപപ്പെടുത്തിയെടുത്ത രീതികൾ ഒരു രീതിയിലും എനിക്ക് വെളിച്ചം തന്നിട്ടില്ല, വെളിച്ചം തരുമെന്ന് കരുതിയിട്ടേ ഉള്ളൂ. കൂടുതൽ കൂടുതൽ ജീവിതാന്തരീക്ഷം രൂപപ്പെട്ടപ്പോഴൊക്കെ നമ്മൾ ചേർന്ന് നിന്നിരുന്ന ലോകങ്ങളെ മുഴുവൻ നാം നമ്മുടെ പടിക്ക് പുറത്താക്കി അടച്ച് പിണ്ടം വയ്ക്കുകയും നാം ആർജിച്ചു കൂട്ടിയ പലതും നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയന്ന് ജീവിതം തരുന്ന പലതിനെയും നമ്മൾ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ജീവിതം കിട്ടിയോ? നാം കെട്ടിപ്പൂട്ടി വെച്ച പല അറകളും പൊട്ടിച്ച് പുറത്തു വരേണ്ടതുണ്ട്. ഒരു കാര്യവുമില്ലാതെ സഹിച്ചു ജീവിക്കുന്ന ഇടങ്ങളെ വലിച്ചെറിയേണ്ടതുണ്ട്. സഹിച്ച് തീർക്കാനുള്ളതല്ല ജീവിതം. സഹനങ്ങളിൽ നിന്ന് പുനർജനിക്കേണ്ടതുണ്ട്.
സഹിച്ച് നീറി തീർക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ത്യാഗപൂർണമായ ജീവിതത്തിനെ മൂല്യമായി കണ്ട ഒരു ബോധം നമ്മുടെ ഉള്ളിലുണ്ട്. ആർക്കൊക്കെ വേണ്ടിയാണോ നമ്മൾ നീറുന്നത്, സഹിക്കുന്നത്, നമ്മളുടെ സഹനം കൊണ്ടും നീറ്റൽ കൊണ്ടും അവർക്ക് ജീവിതമുണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്കും ജീവിതം ഉണ്ടാകുന്നില്ല, നമുക്കും ജീവിതമുണ്ടാകുന്നില്ല. ഇങ്ങനെ ഉത്തരവാദിത്വത്തിൻ്റെയും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് നമ്മുടെ ടാവട്ടത്തിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന നിസ്സഹായത അതിജീവിച്ച് കണ്ണും കാതും ഹൃദയവും തുറന്ന് നമ്മുടെ മതിൽക്കെട്ടിന് പുറത്തേക്ക് നമ്മുടെ ബോധത്തെ അഴിച്ചുവിടാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ ശീലവിധേയമായ സംസ്കാരത്തിൽ നിന്നുള്ള മരണം നമുക്ക് സംഭവിക്കുള്ളൂ. ശീലവിധേയമായ സംസ്കാരത്തിൽ നിന്ന്, വാസനകളിൽ നിന്ന് മരിക്കാത്തിടത്തോളം കാലം ജീവിതം നമുക്കുണ്ടാവില്ല. വിപ്ലവകരമായ വെളിച്ചമുള്ള ഒരു ബോധത്തിലേക്ക് ഉണർന്നു വരാൻ ചിലതൊക്കെ നമ്മൾ പൊട്ടിച്ച് കളയേണ്ടതുണ്ട്, അറുത്ത് മുറിച്ച് കളയേണ്ടതുണ്ട്. ഒരു 10,000 ആതിഥേയരൊന്നായി വരുവതുപോലെ വരും വിവേകവൃത്തി, അറിവിനെ മൂടും അനിത്യമായയാമീ ഇരുളിനെ ഈർന്നെഴും ആദിസൂര്യനത്രേ. നാരായണഗുരു പറയുന്ന അതിമനോഹരമായ ഒരു ശ്ലോകമാണ്. അറിവിനെ മൂടും അനിത്യമായയാമീ ഇരുളിനെ ഈർന്നെഴും ആ ഒരു ആദിമ സൂര്യൻ നമ്മുടെ ഉള്ളിൽ ജ്വലിച്ചു നിൽക്കേണ്ടതുണ്ട്. നോ പറയേണ്ടിടത്ത് നോ പറയാനുള്ള ആർജവം കാണിക്കേണ്ടതുണ്ട്. തള്ളി മാറ്റി മുൻപോട്ട് നടക്കേണ്ടിടത്ത് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതെ മുൻപോട്ട് നടക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. കരഞ്ഞും തളർന്നും തലക്ക് കൈകൊടുത്ത് തലകുമ്പിട്ടിരിക്കാതെ നീണ്ടു നിവർന്നു നിന്ന് കണ്ണുനീരിലും ദുഃഖത്തിലും കുഴിച്ചു മൂടേണ്ടതല്ല എൻ്റെ ജീവിതമെന്നുറപ്പിച്ച് ധീരമായി മുൻപോട്ട് നടക്കേണ്ടതുണ്ട്. അതിന് നാം നമ്മളെ പുതുക്കി പണിയേണ്ടതുണ്ട്. പരമ്പരാഗതമായ ജീവിതശൈലികളുടെ മഹത്വം പാടി സ്വജീവിതത്തെ നരകത്തിലിട്ട് നീറ്റി തീർക്കാതെ പല പാരമ്പര്യങ്ങളെയും തകർത്ത് മുൻപോട്ടേക്ക് നടന്നു തുടങ്ങേണ്ടതുണ്ട്. ഒരു സംസ്കാരത്തിൻ്റെയും ഭാരം പേറി തളരേണ്ടതല്ല നമ്മുടെ ജീവിതമെന്ന് തെളിഞ്ഞറിയേണ്ടതുണ്ട്. നാം തന്നെ നമ്മുടെ സംസ്കാരങ്ങളെ പൊളിച്ചെഴുതേണ്ടതുണ്ട്. ഇരുളിൽ മങ്ങിയും മയങ്ങിയും കിടക്കേണ്ടതല്ല ജീവിതം. ഇരുട്ടിൽ നിന്നും ഉണർന്നെഴുന്നേറ്റ് മുൻപോട്ട് നടക്കേണ്ടതാണ് ജീവിതം. എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് അതൊരിക്കലും സാധ്യമാവില്ല. നാം മുൻപോട്ട് നടക്കുമ്പോൾ കൂടെ നിൽക്കുന്ന, മുൻപോട്ട് നടക്കാൻ തയ്യാറല്ലാത്ത പലരും വേദനിക്കും. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കുറച്ച് കഴിയുമ്പോൾ അവർ കണ്ണു തുറക്കുമ്പോൾ നാം നടന്ന വഴി ശരിയായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് അവർ നമുക്കൊപ്പം നടന്നു തുടങ്ങും. പക്ഷേ നാം മുൻപോട്ട് നടക്കുമ്പോൾ അവർ വിഷമിക്കുമല്ലോ എന്ന് കരുതി അവരുടെ കൂടെ തന്നെ നാം തങ്ങി നിന്നാൽ നമ്മളും അവരും എന്നെന്നും ഇരുട്ടിൻ്റെ അടിമകളായി ജീവിതം മരിച്ചു തീർക്കേണ്ടി വരും.
ജീവിച്ചു മരിക്കാൻ, ജീവിച്ചിരിക്കുമ്പോഴേ മരിക്കണമെന്ന് നാം പറയുന്നത് ആ അർത്ഥത്തിലാണ്. ദ്വിജനാവുക എന്ന് പറയുന്നത് സ്വാഭാവികമായി ഒരിക്കലും അത് സംഭവിക്കില്ല. നാം ഉറക്കത്തിൽ നിന്ന് രാവിലെ എഴുന്നേൽക്കുന്നത് പോലെയാണ് അത്. ആദ്യം നാം കണ്ണു തുറക്കുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നത് കുറച്ചു നേരം കൂടി അവിടെ കിടക്കൂ എന്നാണ്. ഒരിക്കലും ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് അങ്ങനെ തന്നെ ഉണർന്ന് എഴുന്നേറ്റ് വരാൻ കഴിയുന്നവർ വളരെ കുറച്ച് പേരെ ഉണ്ടാവും. ഒരു 5 മിനിറ്റ് കൂടി കിടന്നെഴുന്നേൽക്കാം എന്ന് മനസ്സ് പറയുമ്പോൾ നമ്മളവിടെ ഒന്നുകൂടി കിടന്നു കൊടുക്കും. ആ കിടപ്പിൽ നിന്ന് പിന്നെ ഉണരുക വളരെ പ്രയാസമുള്ള കാര്യം. ശീലവിധേയമായ നമ്മളുടെ ജീവിതത്തെക്കുറിച്ചുള്ള അറിവിൽ നിന്ന്, സംസ്കാരത്തിൽ നിന്ന് പുറത്തു വരിക എന്ന് പറയുന്നത് അതുപോലെയാണ്. സടകുടഞ്ഞ് ചാടി എഴുന്നേറ്റാൽ മാത്രമേ ആ ഇരുട്ടിൽ നിന്ന് പുറത്തു വരാൻ പറ്റൂ. ശീലവിധേയമായ സംസ്കാരത്തിൽ നിന്ന് മരിക്കാൻ പറ്റും, ദ്വിജനാവാൻ പറ്റും. ചില മനുഷ്യരെ കാണുമ്പോൾ നമുക്ക് ചില പിണക്കുള്ള ചില മനുഷ്യർ, നമ്മുടെ ഉള്ളു പറയും ഒന്ന് പോയി മിണ്ടൂ, പക്ഷെ അപ്പുറത്തിരുന്ന് അതേ ഉള്ളു പറയും വേണ്ട, വേണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് മിണ്ടട്ടെ, ഞാനായിട്ട് അങ്ങോട്ട് പോയി മിണ്ടുന്ന പ്രശ്നമില്ല. അങ്ങനെ നമ്മളിരിക്കും. ഒരാൾക്കും പ്രസന്നതയോടെ അങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങോട്ട് പോയൊന്ന് മിണ്ടാമെന്ന് കരുതിയ മനസ്സിനെ അടക്കി വെച്ച് അയാൾ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് മിണ്ടട്ടെ എന്ന് പറഞ്ഞ് നാം ഇരുന്നപ്പോഴൊന്നും നമ്മളാരും സ്വസ്ഥത അനുഭവിച്ചിട്ടില്ല, സമാധാനം അനുഭവിച്ചിട്ടില്ല. പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾ ആ ആലസ്യം ഒഴിഞ്ഞ വാക്കിനെ മാനിക്കാതെ നോ, ഞാൻ എഴുന്നേറ്റ് പോയി സംസാരിക്കും എന്ന് കരുതി, എന്നുറപ്പിച്ച് നമ്മളുടെ ബോധത്തിൻ്റെ മൗഢ്യത്തിൽ നിന്ന്, ആലസ്യത്തിൽ നിന്ന് ഉണർന്ന് അപ്പുറത്തിരിക്കുന്ന ആ മനുഷ്യൻ്റെ അരികിലേക്ക് ചെന്ന് ഒന്ന് തോളിൽ തട്ടി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ അതേ മനസ്സോടെ ഇരുന്നിരുന്ന അപ്പുറത്തിരിക്കുന്ന ആളും ഇപ്പുറത്തിരിക്കുന്ന ആൾക്കും പുനർജന്മം കിട്ടിയതുപോലെയാണ്. നാം ദ്വിജരായി മാറുകയാണ്. നാം ജീവിച്ചിരിക്കുമ്പോഴേ മരിക്കുന്നവരാണ്. എത്രയെത്ര പിണക്കങ്ങൾ, വെറുപ്പ്, വിദ്വേഷം, അകൽച്ച ജീവിച്ചു മരിക്കുന്ന മഹനീയമായ അനുഭവത്തിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തുന്നുണ്ട്. നമുക്ക് ചുറ്റുമുള്ള പലതിനോടുമുള്ള കാലുഷ്യത്തെ ഈർന്നെഴുന്ന ആദിമ സൂര്യനെ ഉണർത്തി ഇല്ലായ്മ ചെയ്യാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു തുറവി ആവശ്യമുണ്ട്. കാലങ്ങളായി നമ്മൾ പറഞ്ഞു പോരുന്നത് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്നാണ്. നൂറ്റാണ്ടുകളായി നമ്മൾ കേൾക്കുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതുമാണ് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ. അവിടെ ഒരു തിരുത്തൽ വരുത്തി, ആവശ്യമുണ്ടായാലും ഇല്ലെങ്കിലും ഞാൻ അങ്ങോട്ട് പോവാം, ഞാൻ അവിടേക്ക് ചെല്ലാം എന്ന് കരുതുന്ന ഒരു മനസ്സ് നമുക്കുണ്ടായാൽ നാം ദ്വിജന്മാരാണ്. അവർക്കും നമുക്കും ജീവിതം കൊടുക്കുന്നവരാണ്. അതിലോലമായ നമ്മളുടെ ഈ ഈഗോയെ, അഹന്തയെ പോറ്റി വളർത്തുമ്പോൾ നമുക്കാർക്കും ജീവിതം ഉണ്ടായിട്ടില്ല, മരണമേ ഉണ്ടായിട്ടുള്ളൂ. അധികാരത്തിൻ്റെ ഈഗോ, പ്രശസ്തിയുടെ ഈഗോ, പ്രായത്തിൻ്റെ, കുലമഹിമയുടെ,
തറവാടിത്തത്തിൻ്റെ, ജോലിയുടെ, പലതരത്തിലുള്ള ഈഗോ വെച്ച് ജീവിതത്തിൻ്റെ അതീവ ശുദ്ധമായ എത്രയോ ഇടങ്ങളെയാണ് നമ്മൾ നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ളത്. ഞാൻ എൻ്റെ ജീവിതം ഓർക്കുമ്പോൾ അന്ന് അവരോടൊന്ന് ചേർന്ന് നിന്നിരുന്നെങ്കിൽ, എൻ്റെ ഈഗോയെ വിട്ട് ഒന്ന് കടന്നു ചെന്നിരുന്നെങ്കിൽ എത്ര വലിയ ആകാശങ്ങൾ എനിക്ക് ലഭിക്കുമായിരുന്നു എന്ന് തോന്നിയ ഒരുപാട് ജീവിത സന്ദർഭത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. വളരെ വിഷമത്തോടെ ഓർക്കാറുണ്ട്. എന്തിനാണ് മാറി നിന്നത്? മാറി നിന്നിട്ട് എന്ത് കിട്ടി? ഒന്നും കിട്ടിയിട്ടില്ല. നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. നമ്മുടെ അഹന്ത കൊണ്ട്, നമ്മുടെ ധാർഷ്ട്യം കൊണ്ട്, നമ്മുടെ കടുംപിടുത്തം കൊണ്ട് ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളയില്ല എന്നൊരാൾ തീരുമാനിക്കുമ്പോൾ അയാളിൽ ഒരു ദ്വിജൻ, പുനർജനിച്ചവൻ സംഭവിക്കും. അവിടെയാണ് ജീവിതത്തിൻ്റെ എല്ലാ സൗരഭ്യവും നമ്മളെ വന്ന് പുൽകുക. അതിന് ജീവിച്ചിരിക്കുമ്പോഴേ മരിക്കാൻ തയ്യാറാകുന്ന വിനയാന്വിതമായ ഒരു ബോധം നമുക്ക് ആവശ്യമാണ്. കരുണ നിറഞ്ഞ ഒരു വെളിച്ചം നമുക്ക് ആവശ്യമാണ്. തോറ്റുകൊടുക്കാൻ കഴിയുന്ന ഒരു ഉള്ള് നമുക്ക് ആവശ്യമാണ്. ജയിച്ച് ജീവിച്ചവരൊന്നും ജീവിതത്തിൻ്റെ ഊഷ്മളത അറിഞ്ഞവരല്ല. തോറ്റുകൊടുക്കാനും വിട്ടുകൊടുക്കാനും കഴിഞ്ഞിട്ടുള്ളവർക്കാണ് പിടിച്ചടക്കുകയും ജയിക്കുകയും ചെയ്തവരേക്കാൾ ജീവൻ്റെയും ജീവിതത്തിൻ്റെയും ധന്യത അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആത്മസാക്ഷാത്കാരം എന്നൊക്കെ ഗുരുക്കന്മാർ പറയുന്നത് ആ ഒരു മരണത്തിലേക്ക് തൊട്ടിട്ടാണ്. എന്തിനെയാണ് ഞാൻ മുറുകെ പിടിക്കേണ്ടത്? ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ഊട്ടി വളർത്തിക്കൊണ്ടുവന്ന എൻ്റെ ഈഗോയെയാണോ ഞാൻ മുറുകെ പിടിക്കേണ്ടത്? അതോ യാതൊന്നിൽ നിന്നാണോ എൻ്റെ ഈ ബോധവും ശരീരവും രൂപപ്പെട്ടു വന്നത്? ആ മഹാവെളിച്ചത്തെയാണോ ഞാൻ ചേർത്ത് പിടിക്കേണ്ടത് എന്ന് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. ജലാലുദ്ദീൻ റൂമിയൊക്കെ പറയുന്നത് പോലെ ഞാനെന്ന് പറയുന്നത് കടലിലെ ഒരു തുള്ളി ജലമല്ല, ഒരു തുള്ളി ജലത്തിലെ കടലാണ്. ഈ ഒരു തുള്ളി ജലം എന്ന് പറയുന്ന എൻ്റെ ശരീരവും മനസ്സും ബുദ്ധിയുമൊക്കെ മഹാസാഗരം തന്നെയാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷത്തിൽ എൻ്റെ അതിലോലമായ അഹന്തയെ പ്രീണിപ്പിക്കാൻ ഞാൻ പിന്നെ ഒരിക്കലും സമയം കളയില്ല. എനിക്ക് എൻ്റെ ഈ ഒരു അതീവ ശുഷ്കമായ വ്യക്തിത്വത്തെ സംരക്ഷിക്കലല്ല എൻ്റെ ഉത്തരവാദിത്വം. മറിച്ച് ഞാൻ എന്ന് പറയുന്ന സാഗര മഹിമയെ ആഴത്തിൽ അനുഭവിക്കലാണ് എൻ്റെ ഉത്തരവാദിത്വമെന്ന് തിരിച്ചറിയുമ്പോൾ ആ കുടത്തിലെ കൈ നാം ഒന്ന് അയച്ചു വിടും. ആ വെളിച്ചമാണ് നമുക്കുണ്ടാവേണ്ടത്. എന്നിലും എൻ്റെ താല്പര്യങ്ങളിലും എൻ്റെ സ്വാർത്ഥതകളിലും എൻ്റെ സങ്കുചിതത്വങ്ങളിലും മുടക്കിക്കിടക്കുന്ന ബോധം അഴിഞ്ഞു വീഴുകയും സർവമെന്ന് പറയുന്ന മഹിമാവിലേക്ക് ഞാൻ ഉണർന്നു ചെല്ലുകയും ഈ മഹാപ്രപഞ്ചം തന്നെയായിരിക്കുന്ന ഞാൻ
എന്നെ ചുരുക്കി ചുരുക്കി എൻ്റെ എന്ന് പറയുന്ന സങ്കുചിതത്വത്തിൽ തളച്ചിടുന്നതിനേക്കാൾ പരം അവിവേകം മറ്റൊന്നുമില്ല എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷമുണ്ട്. ധ്വനിമയമായി ഗഗനം ജ്വലിക്കും, അന്നാളണയുമതിങ്കലശേഷ ദൃശ്യജാലം. എല്ലാം അവിടെ അടങ്ങും. അവിടെ ഷൗക്കത്ത് മരിക്കും. യാത്രികൻ, പ്രഭാഷകൻ, ഗുരുശിഷ്യൻ, എഴുത്തുകാരൻ, ഇങ്ങനെ പല വിശേഷണങ്ങളിൽ ഉടക്കിക്കിടക്കുന്ന ഷൗക്കത്ത് മരിച്ചു വീഴുകയും ഞാനൊന്നുമല്ല എന്നും അതേസമയം ഞാനൊരു മഹിമാവാണ് എന്നും തിരിച്ചറിയുന്ന, നിസ്സാരതയെയും മഹിമയെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ഒരു ദ്വിജൻ കുറച്ച് സമയത്തേക്കെങ്കിലും ആ ബോധത്തിൽ സജീവമാകും. ജീവിച്ചിരിക്കുമ്പോഴേ മരിക്കുന്ന അത്യപൂർവമായ ഒരനുഭവം ജീവിച്ച് മരിക്കാൻ വഴിവിളക്കായി മാറും. മഹാഗുരുക്കന്മാരുടെ പാദാന്തികത്തിൽ ചെന്നിരിക്കുമ്പോഴും ഹിമാലയ പർവ്വത നിരകൾക്ക് മുകളിൽ നിറകൺകളോടെ നിന്ന് അതിരുകളില്ലാത്ത ആകാശത്തെ ആസ്വദിച്ചു നിൽക്കുമ്പോഴും സാഗരതീരത്ത് നിന്ന് അനന്തതയിലേക്ക് സ്വയം അലിയാൻ വിട്ടുകൊടുത്ത് നിൽക്കുമ്പോഴുമൊക്കെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു വെളിച്ചമുണ്ട്. നമ്മുടെ ഉള്ളിൽ നാം നമ്മെ നോക്കി ചിരിക്കുന്ന ഒരു നിമിഷം. മലയുടെ മുകളിൽ കയറിയിരുന്ന് താഴേക്ക് നോക്കുമ്പോൾ നമ്മളറിയാതെ പറഞ്ഞു പോയിട്ടുണ്ട്, ഇത്രയല്ലേ ഉള്ളൂ എന്ന്. ഇത്രയല്ലേ ഉള്ളൂ എന്ന് കരുതുന്ന ഒരു ജീവിതത്തെ എത്രമാത്രം ധാർഷ്ട്യത്തോടെയാണ് ഞാൻ ജീവിച്ച് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് സ്വയം തിരിച്ചറിയുന്ന ഒരു നിമിഷം. ഒരിക്കലും മരിക്കാൻ അനുവദിക്കാതെ അഹന്തയെ സദാ ജീവിപ്പിച്ച് മരിച്ച് ജീവിക്കുന്ന ഒരു ജീവിതത്തിൽ നിന്ന് മരിച്ച് ജീവിക്കാൻ, ജീവിച്ച് മരിക്കാൻ, മരിച്ച് ജീവിക്കേണ്ടതുണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരവബോധത്തിലേക്ക് നമ്മളെ ഉണർത്തിക്കൊണ്ടുപോകുന്ന ഒരു മൊമെൻ്റാണത്. ജീവിച്ചു മരിക്കാൻ മരിച്ച് ജീവിക്കണം, ജീവിച്ചിരിക്കുമ്പോഴേ മരിക്കണം എന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ്. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ പലപ്പോഴും മരിക്കാൻ നമ്മൾ മറന്നു പോവാറുണ്ട്. ഒരു കുഞ്ഞിൻ്റെ മുൻപിൽ കുറച്ച് സമയം നമ്മൾ ചെലവഴിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയ്ക്ക് മുമ്പിൽ നമ്മൾ പോലും അറിയാതെ ആ കുഞ്ഞുമായി ഇടപഴകുമ്പോൾ നമ്മളിലെ ധാർഷ്ട്യം മരിച്ചു വീഴാറുണ്ട്. നമ്മുടെ എല്ലാ അഹങ്കാരങ്ങളും അഴിഞ്ഞു വീണ് നമ്മളും ഒരു കുഞ്ഞായി മാറുകയും നമ്മളിലെ നിഷ്കളങ്കത്തെ നമ്മൾ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ മരിക്കേണ്ട പലതും മരിച്ച അനുഭവം നമുക്കവിടെ ഉണ്ടാവും. ജീവിച്ചിരിക്കുമ്പോഴേ മരിക്കുന്ന ഒരു നിമിഷമാണത്. അങ്ങനെയുള്ള നിമിഷങ്ങളുടെ തുടർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നാം ജീവിച്ച് മരിക്കുന്നവരാകും. മരണത്തിൻ്റെ മുൻപിൽ ജീവൻ ചെന്ന് നിൽക്കുമ്പോൾ നാം ജീവിച്ചു എന്ന് ഫീൽ ചെയ്ത നിമിഷങ്ങളുടെ ഒരു നിറവായിരിക്കും നമ്മുടെ യാത്രയ്ക്ക് കൂട്ടായി ഉണ്ടാവുക. ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ ജീവിച്ചു എന്ന ഒരു ഫീൽ പകർന്നിട്ടുള്ള നിമിഷങ്ങൾ ഏതൊക്കെയാണ്
എൻ്റെ കണ്ണിനെ, എൻ്റെ കാതിനെ, എൻ്റെ നാക്കിനെ, എൻ്റെ ത്വക്കിനെ, എൻ്റെ വാക്കിനെ, എൻ്റെ മനസ്സിനെ, എൻ്റെ ഹൃദയത്തിനെ, എൻ്റെ ബുദ്ധിയെയൊക്കെ ഉപയോഗിച്ച് എൻ്റെ ബോധത്തിൽ ഏറ്റവും പ്രസന്നത, ഏറ്റവും ധന്യത ഞാൻ അനുഭവിച്ചിട്ടുള്ള, മൂല്യവത്തായ കാരുണ്യം അനുഭവിച്ചിട്ടുള്ള നിമിഷങ്ങളൊക്കെ കൂടി ചേർന്നായിരിക്കും മരണനിമിഷത്തെ ധന്യതയുള്ളതാക്കി തീർക്കാൻ സഹായത്തിനെത്തുക. നേരെ മറിച്ച് നാം ശീലവിധേയമായ സംസ്കാരത്തോടുകൂടി കാലുഷ്യം നിറഞ്ഞ ഒരു ജീവിതമാണ് ജീവിച്ച് തീർത്തിട്ടുള്ളതെങ്കിൽ മരണനിമിഷം നമ്മൾ അത്രമാത്രം കാലുഷ്യം അനുഭവിക്കേണ്ടി വരും. തുടർ യാത്രയ്ക്ക് യാത്ര പറയാൻ പ്രിയപ്പെട്ട ഒരു സൗഹൃദം പോലുമില്ലാതെ നമ്മൾ വിഷമിക്കേണ്ടി വരും. നമ്മുടെ യാത്രയെ സുഗമമാക്കാൻ ജീവിച്ചിരിക്കുമ്പോഴേ മരിക്കാൻ സഹായിക്കുന്ന മൂല്യവത്തായിട്ടുള്ള സൗഹൃദം നിറഞ്ഞ, കരുണ നിറഞ്ഞ, കരുതൽ നിറഞ്ഞ ഒരു ജീവിതം ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എങ്കിലേ ധന്യതയോടെ, ഹൃദ്യതയോടെ ജീവിച്ച് മരിക്കുന്നു എന്ന ഫീലോടുകൂടി നമുക്ക് നമ്മുടെ യാത്ര തുടരാൻ കഴിയുകയുള്ളൂ. ആ ഒരു തുടർച്ചയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. എല്ലാ സ്നേഹത്തോടെയും എല്ലാവർക്കും നമസ്കാരം.